സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മസുനായ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ചില്ലറ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാനാണ് എൻ്റെ ശ്രമം. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട മട്ടിലാണെന്ന് ഒരു തോന്നലുണ്ട്. കാരണം ഇപ്പോൾ ഇരിക്കുന്നൊരു മന്ത്രി അങ്ങയുടെ വായിൽ നിന്നും വന്ന ഒരു കാര്യം അത് വലിയ മതമൈത്രിയെ ബാധിക്കുന്നു എന്നും വർഗീയമാണെന്നും ഒക്കെ വല്ലാത്ത വിധത്തിൽ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്, മോസ്റ്റ്ലി മാധ്യമങ്ങളിൽ തന്നെ. പക്ഷേ എൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ അഭിപ്രായം ഉള്ള എത്രയോ പേര് കാണും. അപ്പോൾ ഇദ്ദേഹത്തിന് മന്ത്രിപദം ഉള്ളതുകൊണ്ട് നഷ്ടപ്പെടാനായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹിപ്പോക്രസിയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നമ്മളിപ്പം ജനാധിപത്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം അമൂല്യമാണ് എന്നൊക്കെ വാദിക്കുകയും അല്ലറ ചില്ലറ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെയധികം ഗൗരവപൂർവ്വം എടുക്കുകയും ശിക്ഷ വിധിക്കുകയും. എനിക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രിയായിരുന്ന ബാലകൃഷ്ണപിള്ള ഒരു പ്രസംഗം നടത്തി, പഞ്ചാബ് മോഡൽ പ്രസംഗം എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ അവസ്ഥ ഇങ്ങനെ നീണ്ടുപോയാൽ പഞ്ചാബിലതുപോലെ ആവർത്തിക്കുന്നതോ പറഞ്ഞു പോയി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. എൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരനില്ലേ? അതിന് കടന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. പണ്ട് എമർജൻസി ഡിക്ലെയറിന് മുമ്പായിട്ട് അഖിലേന്ത്യാ നേതാവ് ജയപ്രകാശ് നാരായൺ ഡൽഹിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്ത്യൻ സൈന്യം അവരുടെ ഓർഡറുകൾ ഒന്നും അനുസരിക്കരുത്, കാരണം നാട്ടിൻ്റെ അവസ്ഥ വളരെ അതൊക്കെ ദേശദ്രോഹം എന്നുള്ള നിലയിൽ മുദ്രകുത്തി എടുക്കാം. പക്ഷേ സാധാ മനുഷ്യനെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് അത് ബാക്കി രാജ്യങ്ങളിൽ ജനാധിപത്യം നിലനിൽക്കുന്ന മിക്ക രാജ്യങ്ങളിൽ, എസ്പെഷ്യലി എനിക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളെയാണ് അറിയാവുന്നത്, അവിടെ ഒന്ന് ഇത് ഒട്ടും തന്നെ വലിയ കുറ്റകരമല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെയും ഈ തരത്തിലുള്ള ഒരു ഹിപ്പോക്രസി മനസ്സിലുള്ളത് തുറന്നു പറയാനായിട്ടുള്ള അവകാശം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പങ്കിടുന്നു. ഇനിയിപ്പം വേറൊരു വലിയ ഇഷ്യൂ ഇവിടെ ഉള്ളത് വീണ്ടും തെരുവുനായയുടെ കാര്യമാണ്. അൺയൂഷ്വലി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതിൻ്റെ മൃഗ സംരക്ഷണത്തിൻ്റെ അത്യുന്നതങ്ങളിൽ വികസിച്ചിരുന്ന മേനക ഗാന്ധിയെ പോലും വിമർശിച്ച് വേണമെന്നുണ്ടെങ്കിൽ കോട്ടലടിത്തരം അവരെ തൂക്കി അകത്താക്കാം എന്നുവരെ കോടതി പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജീവിക്കുന്ന ഈ നഗരത്തിൽ, തിരുവനന്തപുരത്ത് ഇപ്പോൾ പുതിയ ഒരു നഗരസഭ ഭരണകൂടം വന്നിരിക്കുന്നു. അതിൻ്റെ മേയർ വളരെ ഉശിരുള്ള ഒരു യുവാവ്. ആദ്യത്തെ ഒരു പടിയായിട്ട് ഇവിടുത്തെ തെരുവ് നായ്ക്കളുടെ ശല്യം. സത്യം പറഞ്ഞാൽ ഈ തെരുവ് നായ്ക്കളെ ദിവസവും നേരിടുന്ന ഒരാളാണ് ഞാൻ. ശംഖുമുഖം ബീച്ച് നടക്കാൻ പോകുമ്പോൾ ധാരാളം പട്ടികൾ കൂടാറുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കും ആക്ച്വലി ഒരു പട്ടി പോലും എന്നെ ആക്രമിക്കാനെന്നുള്ളതല്ല, ഒരു വിധത്തിലും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടെന്തെങ്കിലും പട്ടിയെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പട്ടി നമ്മളെ ശ്രദ്ധിക്കുകയില്ല. അങ്ങോട്ടെന്തെങ്കിലും പ്രകോപനം ഉണ്ടെങ്കിൽ അല്ലേ ഈ പട്ടികൾ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നതിൻ്റെ എൻ്റെ ഒരു ബലമായ സംശയം. അതിരിക്കട്ടെ. ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു വലിയ മെനേസ് തന്നെയാണ്. മിക്ക രാജ്യങ്ങളിൽ ഇതൊന്നും അനുവദിക്കില്ല. പട്ടികളെ വളർത്താനായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ലൈസൻസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിക്കും എൻഫോഴ്സ് ചെയ്യുന്നു എന്ന് സംശയമുണ്ട്. ഇപ്പം നഗരസഭ പറഞ്ഞിരിക്കുന്നത് ഈ തെരുവ് നായ്ക്കളെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു ഷെൽട്ടറിലാക്കണം. ഷെൽട്ടറിൽ എത്ര കാലം ഈ പട്ടിയേക്ക് ശാപ്പാട് കൊടുക്കും? എന്തായിരിക്കും അവസ്ഥ? മാനസിക രോഗികളെ കൂടുന്ന സ്ഥലത്ത് പോലും എന്തെല്ലാം ആക്ഷേപങ്ങളാണ്. പിന്നെയാണ് ഈ പട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര കാലം. അപ്പം പ്രായോഗികമായിട്ടിത് നടപ്പാക്കാവുന്ന ഒരു കാര്യമാണോ? അത് ദീർഘകാല പരിഗണനയുള്ളപ്പോൾ. അപ്പം എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടിയെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തെല്ലാം ആടിനെ കൊല്ലുന്നില്ലേ, കോഴിയെ കൊല്ലുന്നില്ലേ, എന്തിന് പശുവിനെ കൊല്ലും? കേരളത്തിൽ ഏറ്റവും നല്ല ഒരു വലിയ ബിസിനസ് ആക്ച്വലി ബീഫാണ്. ബീഫ്
ഞാനൊക്കെ അമേരിക്കയിൽ നിന്ന് ഒരു 10-30 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുവാനും ഇപ്പോൾ ഇത് കോഴി ഇറച്ചിയേക്കാളും കൂടിയിരിക്കുന്നു. ഇതിനെയൊക്കെ കൊല്ലുന്നില്ല. ഇപ്പോൾ ആ തരത്തിൽ ഒരു ഈ പട്ടിയെ ഭക്ഷിക്കുന്ന ഒരു വർഗം ഇന്ത്യയിൽ തന്നെ ഉണ്ട്, നോർത്ത് ഈസ്റ്റിൽ. എന്തുകൊണ്ട് നമുക്ക് അവരെ സഹായിച്ചുകൂടാ? ഇതിലുള്ള ധാർമ്മികത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിനെയൊക്കെ കയറ്റി നോർത്ത് ഈസ്റ്റിലേക്ക് അയച്ച് അത് അതിനകത്തെന്ന് പറഞ്ഞ് ധനസമ്പാദനം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ അല്ലാതെ ശാശ്വതമായിട്ട് ഇങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഗവർണർമാർ വീണ്ടും ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ്. കേരള അസംബ്ലിയുടെ ഗവർണറുടെ പ്രസംഗം, അദ്ദേഹം ചില വാചകങ്ങൾ വായിച്ചില്ല എന്ന് മാത്രമല്ല, ചിലത് അങ്ങനെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഒരു തമാശ പോലെ ഗവർണർ വരും, പ്രസംഗം വായിക്കില്ല, ഗവർണർ വാക്കൗട്ട് ചെയ്യും. എന്താണ് ഭരണഘടനയിലെ ഒരു അപാകതയല്ലേ ഇത്? ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുള്ളിടത്ത് അതിന് പാര വയ്ക്കാൻ വേണ്ടി ഗവർണറെന്നും പറഞ്ഞുകൊണ്ട് ഏതൊരു വിധത്തിലുള്ള ശരിക്കുള്ള യോഗ്യതയൊന്നുമില്ലാത്തവരെ നിയമിക്കുകയും ആ പ്രവണതയ്ക്ക് ഒരന്ത്യവും കാണുന്നില്ല. ജനാധിപത്യ ക്രമത്തിൽ ഇത് ശരിക്കും തിരുത്തപ്പെടേണ്ടതാണ്. അതിൻ്റെ ഒരു മാർഗമെന്ന് പറഞ്ഞാൽ ഗവർണർ പോസ്റ്റ് തന്നെ ഇല്ലാതാക്കുക. അപ്പോൾ ഭരണഘടനയിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ഈ പറഞ്ഞ മന്ത്രി ഒരിക്കൽ ഭരണഘടന അതിൽ കുടച്ചക്രവും കുന്തവും കുടച്ചക്രവും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ദേശത്തിന് കുറക്കാലം മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. ഭരണഘടന പാവനമായ ഭഗവത്ഗീതയെ ബൈബിള് പോലെ ഉള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല നാടുകളിൽ, എസ്പെഷ്യലി ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു റിട്ടൺ ഭരണഘടന പോലും ഇല്ല. അമേരിക്കൻ ഭരണഘടന ആണെങ്കിൽ ഒരു 10-11 പേജിൽ ഒതുങ്ങുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള വൈകല്യങ്ങൾ തീർത്തേ മതിയാവൂ. അതിനപ്പുറമായിട്ട് ഇതൊരു പരിപാവന ഗ്രന്ഥമാണെന്ന് പറഞ്ഞു കിടക്കുകയും അതിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ പ്രവണത അവസാനിച്ചേ തീരുള്ളൂ. അത് അങ്ങനെ ആകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.